Anish Tarel, welcome to Big Boss Season 7. കാത്തിരിപ്പിന്റെ സമയം കഴിയുന്നു. നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി വിജയം ഞാൻ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിലൂടെ നിരവധി സാധാരണക്കാർക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 അവസരമൊരുങ്ങുകയാണ്. അങ്ങനെ കാത്തിരുന്നിട്ടുണ്ടല്ലോ. ഫൈനലി എനിക്കും വന്നിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ഓഡിഷൻ മെയില്. ബിഗ് ബോസ് മലയാളം സീസൺ 8. ഓക്കെ, ഞെട്ടിക്കുന്ന നടുക്കുന്ന 3 പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് നമ്മുടെ സീസൺ 8-ന്റെ പൊന്നുപ്രേക്ഷകരെ. അത് ഞാൻ വെച്ചു തരാം. അതിനുശേഷം ആരൊക്കെയാണ് ബിഗ് ബോസ് സീസൺ 8-ലേക്ക് പോകുന്നത്, ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ്. 15 പേരിൻ്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഉറപ്പായിട്ടും 4-5 പേര് 100% പോകും. ഓക്കെ, അത് ഞാനിപ്പോൾ വെച്ചു തരാം പൊന്നുപ്രേക്ഷകരെ. അതിനു മുമ്പ് എപ്പോൾ ബിഗ് ബോസ് നടക്കും, അതായത് സെപ്റ്റംബർ 2026-ലാണ് ബിഗ് ബോസ് നടക്കാൻ പോകുന്നത്. ഒരൊറ്റ മാസം, 1.5 മാസമാണുള്ളത്. ഇനി ബിഗ് ബോസ് കാലമാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ അനുമോളെ ചർച്ച ചെയ്തു, അനീഷിനെ ചർച്ച ചെയ്തു. ഓക്കെ, നല്ലൊരു സീസൺ ആയിരുന്നു, ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഇത്തവണയും നല്ലൊരു സീസൺ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പൊന്നുപ്രേക്ഷകരെ. പിന്നെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കിച്ചു രേണു സുധിയുടെ കിച്ചു ബിഗ് ബോസിലേക്ക് പോവോ എന്ന് പറയുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ പ്രഡിക്ഷൻ വായിക്കുമ്പോൾ ഞാൻ ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞുതരാം പൊന്നുപ്രേക്ഷകരെ. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് കുഞ്ഞു കാര്യം പറയാം പൊന്നുപ്രേക്ഷകരെ. ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, ആരൊക്കെ പോകുന്നുണ്ട്, പുതിയ പ്രൊമോ വന്നാൽ എല്ലാം മണിയായി ഞാൻ കൊണ്ടുവരും. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് വെക്കണേ. അപ്പോൾ നമുക്ക് ആദ്യ പ്രൊമോ കാണാം. ഓക്കെ പൊന്നുപ്രേക്ഷകരെ, നല്ല അടിപൊളിയായിട്ടുള്ള പുതിയൊരു പ്രൊമോയാണ്. ബിഗ് ബോസിന്റെ ലോഗോ എന്ന് പറയുന്നത് 8 എഴുതിയിട്ടുണ്ട്. ഇതിലൊരു കാര്യം നമുക്ക് ഉറപ്പാണ്, 8ന്റെ പണി കഴിഞ്ഞ തവണ എന്തായാലും ബിഗ് ബോസ് പാളിയിട്ടുണ്ട് ചെറിയ രീതിയിൽ. അതായത് ഏറ്റവും അവസാനം വരുമ്പോൾ അനുമോളും അനീഷും രണ്ട് പേരിൽ ഒതുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ബിഗ് ബോസ് നല്ലൊരു മാസ്റ്റർ മൈൻഡിലാണ് ഇത്തവണ കണ്ടസ്റ്റന്റിനെ തെരഞ്ഞെടുത്തത്. അത് ഞാൻ പ്രഡിക്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി കൃത്യമായിട്ട് അറിയും. അതായത് ഒരു എക്സാമ്പിൾ പറയാം, നന്മപരമായിട്ടുള്ള കുറേ കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് ഇത്തവണ എടുത്തിട്ടുണ്ട്. 100% ഉറപ്പാണ്. കാരണം ഫാൻസിനിടയിൽ 1000 പേര് വോട്ടിടുന്നുണ്ടെങ്കിൽ 200 വെച്ചിട്ട് അങ്ങനെയാവണം. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു 1000 വോട്ടിടുന്നുണ്ടെങ്കിൽ 500 അനീഷിനും 500 അനുമോൾക്കും. നമുക്കത് അറിഞ്ഞ കാര്യമാണ്. ഓക്കെ, ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്ക് രണ്ടാമത്തെ പ്രൊമോ കാണാം. ബിഗ് ബോസ് മലയാളത്തിന്റെ ഏറ്റവും പ്രധാന ഹായ് ഗോപിക, സുഖല്ലേ? മലയാളം ബിഗ് ബോസിലെ ആദ്യത്തെ കോമണർ അല്ലേ? സീസൺ 5 വന്നതാണ്. എന്താ പറയാ, ലൈഫില് ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറി. ഹലോ, ഹായ് ഗോപി ചേച്ചി. തൃശ്ശൂകാരിയായിട്ട് അനീഷേട്ടനെ കാണാൻ ഞാൻ ഇപ്പോഴാട്ടോ. ആരും അറിയാതിരുന്ന എന്നെ മലയാളികളെ മുഴുവൻ അറിയുന്ന ബിഗ് ബോസ് നന്ദനാക്കി മാറ്റിയത് സീസൺ 6 അല്ലേ? അഭിനയിക്കാൻ അവസരം കിട്ടി. ശരിക്കും എന്റെ ലൈഫ് വേറെ വൈബായി. ഓരോ സീസൺ കഴിയുന്തോറും കൂടുതൽ സാധാരണക്കാരെ ഉൾപ്പെടുത്താൻ ബിഗ് ബോസ് മലയാളം ശ്രദ്ധിക്കാറുണ്ട്. ഹലോ, ഞാനിവിടെ ഉണ്ട്. കൊച്ചിക്കാരി ഇവിടെ ഉണ്ടായിരുന്നോ? അറിയാലോ, ബിഗ് ബോസ് മലയാളം സീസൺ 6 കോമണേഴ്സ് 3 ആയിരുന്നു. അതില് ഞാനും നിഷാനെ നന്ദനയ്ക്ക് മുന്നേ അംഗം തുടങ്ങിയായിരുന്നു. റസ്മിൻ ഭായ് എന്ന സാധാരണക്കാരിയായിരുന്ന അധ്യാപികയെ അതോടെ ലോകം അറിഞ്ഞു. പുതിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു. അതോടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയി. റസ്മിൻ, ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. അനീഷ് ടി എ എന്ന ഈ കോടനൂക്കാരനെ കോടിക്കണക്കിന് മലയാളികളുടെ ഇടയിൽ പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത് എന്താ? ബിഗ് ബോസ് മലയാളം സീസൺ 7. ഇനി പുതിയ ബിഗ് ബോസ് സീസണിൽ നിരവധി സാധാരണക്കാർക്ക് പ്രവേശനമൊരുക്കാനായി വരുന്നു ബിഗ് ബോസ് അഗ്നിപരീക്ഷ. ബിഗ് ബോസ് മലയാളം സീസൺ 8 കാത്തിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്. ഈ അഗ്നിപരീക്ഷ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും, തീർച്ച. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയിലൂടെ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ നിലപാടുകളും വ്യക്തിത്വവും വ്യക്തമാക്കുന്ന, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന 3 മിനിറ്റിൽ താഴെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ തയ്യാറാക്കി താഴെ കാണുന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ അനീഷിനെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ പേഴ്സണലി സന്തോഷിക്കുന്നുണ്ട്. ബിഗ് ബോസ് അനീഷിന്റെ കൈവിട്ടിട്ടില്ല. ഓക്കെ പൊന്നുപ്രേക്ഷകരെ, നമുക്ക് അടുത്ത 3ാമത്തെ പ്രൊമോ കണ്ടതിന് ശേഷം പ്രഡിക്ഷനിലേക്ക് കടക്കാം. ഓക്കെ, Anish Tarel, welcome to Big Boss Season 7. കാത്തിരിപ്പിന്റെ സമയം കഴിയുന്നു. നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി വിജയം ഞാൻ നിർത്ത്. എല്ലാവർക്കും ഉണ്ടാവും
അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ചില നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലുമുണ്ട്. എന്നെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ മൈജി ഫ്യൂച്ചർ പഠിപ്പിച്ച ആ ദിവസം. മൈജി ഫ്യൂച്ചർ കോൺടെസ്റ്റിലൂടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 പങ്കെടുക്കാൻ അവസരം ലഭിച്ച ദിവസം അതെനിക്ക് മറക്കാനാവില്ല. അനീഷ് എന്ന സാധാരണക്കാരനായിരുന്ന എന്നെ മലയാളികൾക്ക് മുഴുവനും പ്രിയപ്പെട്ടവനാക്കാൻ, എന്റെ ജീവിതത്തിന് പുതിയൊരു ദിശ ലഭിക്കാൻ അവസരം നൽകിയ മൈജിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഇത്തവണ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിലൂടെ നിരവധി സാധാരണക്കാർക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 അവസരമൊരുങ്ങുകയാണ്. ഇതിനകം നിങ്ങളിൽ പലരും തന്നെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടാവും. എങ്കിലും മൈജി ഫ്യൂച്ചർ നിങ്ങൾക്കായി വീണ്ടും ഇതാ ഒരു സുവർണാവസരം നൽകുകയാണ്. മൈജി ഫ്യൂച്ചർ പ്രസന്റ് ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി. ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ അവസരം ലഭിക്കുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: സ്വയം പരിചയപ്പെടുത്തുന്ന, എന്തുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന 3 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യം വരാത്ത 50 MB താഴെയുള്ള ഒരു വീഡിയോ തയ്യാറാക്കി താഴെ കാണുന്ന മൈക്രോ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. മൈജി ഫ്യൂച്ചർ പ്രസൻസ് ബിഗ് ബോസ് ഫാസ്റ്റ്. ഓക്കെ പ്രേക്ഷകരെ, അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ ബിഗ് ബോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. കുറെ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് ബ്രോ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല, ബിഗ് ബോസ് ഇത്തരത്തിലുള്ള ഒരു മൈൽ തിരിച്ചയച്ചു എന്നാണ് പറഞ്ഞത്. എന്താ ചെയ്യാനാ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ബിഗ് ബോസിൽ പോകാൻ കൊതിക്കുന്നത്. അതിൽ 1-2 പേരെ മാത്രമാണ് കോമണറായി സെലക്ട് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി പറയാം, കഴിഞ്ഞ സീസണിൽ അനീഷിനെ സെലക്ട് ചെയ്തത് വലിയ വിവാദമായിരുന്നു. കാരണം അനീഷ് ഒരു യൂട്യൂബർ ആയിരുന്നു. മിനിമം ഒരു 2K ഫോളോവേഴ്സും അനീഷിനുണ്ടായിരുന്നു. ഇത്തവണ ബിഗ് ബോസ് നോക്കുന്നത് ഇൻസ്റ്റഗ്രാം എന്തെന്നറിയാത്ത, വാട്സപ്പ് പോലും ശരിക്കും യൂസ് ചെയ്യാൻ അറിയാത്ത അത്രയും സാധാരണക്കാരെയാണ് ബിഗ് ബോസ് നോക്കുന്നത്. അവരെ വെച്ചിട്ടാണ് ഇത്തവണ കളിപ്പിക്കുന്നത്. ഓക്കെ പ്രേക്ഷകരെ, നമുക്ക് പ്രഡിക്ഷനിലേക്ക് പോവാം. നല്ല അടിപൊളി പ്രഡിക്ഷൻ ആണ്. നമ്മുടെ ലിസ്റ്റിൽ 1-ാമതായി വരുന്നത് ഉബൈദ് ഇബ്രാഹിം. ആരാണ് ഉബൈദ് ഇബ്രാഹിം? ഉബൈദ് ഇബ്രാഹിം എന്ന് പറയുമ്പോൾ എല്ലാ മലയാളികളുടെ രോമം വരുന്നില്ലേ? പാവങ്ങളെ തെരഞ്ഞു പിടിച്ച് സഹായിക്കുന്ന ഒരാളാണ് ഉബൈദ് ഇബ്രാഹിം. അദ്ദേഹവും മൈജിയും തമ്മിലാണ്. അപ്പോൾ മൈജിയാണ് ഇത്തവണ ബിഗ് ബോസിനെ നിയന്ത്രിക്കാൻ പോകുന്നത്. മൈജിയുടെ ഏറ്റവും അടുത്ത ഒരാളാണ് ഉബൈദ് ഇബ്രാഹിം. ഉബൈദ് ഇബ്രാഹിം ഉറപ്പായിട്ടും ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നാണ് റൂമർ വരുന്നത്. ഉബൈദ് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നം സംഭവിക്കും, ഉറപ്പാണ്. അതായത് ഉബൈദിനകത്ത് അത്രയും ജനപിന്തുണയുണ്ട്. അതിൻ്റെ അകത്ത് ഉറപ്പായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് കാണാത്ത കുറെ കാക്കാമാരും കുറെ ചേട്ടന്മാരും ചേച്ചിമാരും ഉമ്മമാരും ഒക്കെ ഉബൈദ് പോകുന്ന ഒരു കാരണം വെച്ചിട്ട് മാത്രം ബിഗ് ബോസ് കാണാൻ വരും. പ്രേക്ഷകരെ, ഉബൈദിനെ കൊണ്ട് എന്ത് ഗുണമെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. കിച്ചുവിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പ്രേക്ഷകരെ, നമ്മുടെ ലിസ്റ്റിൽ 2-ാമതായി വരുന്നത് മെഹർ ഫാത്തിമയാണ്. മെഹർ ഫാത്തിമ ബിഗ് ബോസിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ അവർക്ക് വലിയൊരു മസ്താനിയെ പോലെ ആയിരിക്കും എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. പിന്നെ എനിക്കറിയത്തില്ല, വലിയൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സാധിക്കൂല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. പിന്നെ അവരുടെ കയ്യിലാണുള്ളത്. ഓക്കെ പ്രേക്ഷകരെ, നമ്മുടെ ലിസ്റ്റിൽ 3-ാമതായി വരുന്നത് രാഹുൽ ജോസ്. ഇവരെ നിങ്ങൾക്കറിയോ? അതായത് യൂട്യൂബിൽ ഏകദേശം 1.5 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഈ ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹം പോകുന്നതാണ് നമുക്ക് റൂമർ കിട്ടുന്നത്. ഓക്കെ പ്രേക്ഷകരെ, നമ്മുടെ ലിസ്റ്റിൽ 4-ാമതായി വരുന്നത് വാഡാ ശങ്കർ. ആര് നിറഞ്ഞു നിങ്ങൾക്ക്? വാജ സിനിമയിലെ നടിയാണ് ഈ പറയുന്ന വാഡാ ശങ്കർ. ഇവൾക്ക് നിരവധി മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ആണുള്ളത്. ഇവരെ കുറേ പേര് നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അതായത് ഒരു കാര്യം പറയാം, ഉബൈദ് ഇബ്രാഹിം, ഈ വാഡാ ശങ്കർ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ലെവൽ അവിടെ നടക്കും. ഫാൻസിനുള്ളിൽ നമുക്കുള്ളിൽ ആർക്ക് വോട്ടിടണമെന്നോ, അതായത് കഴിഞ്ഞ തവണ നമ്മൾ ഈ പറഞ്ഞ അനുമോൾ കിട്ടും അല്ലെങ്കിൽ അനീഷിനോട്ട്, ഇത്തവണ അങ്ങനെയല്ല. ഇനി ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രേക്ഷകരെ, നമ്മുടെ ലിസ്റ്റിൽ 5-ാമതായി വരുന്നത് റോഷൻ ബഷീർ. ആര് നിറഞ്ഞോ നിങ്ങൾക്ക്? ദൃശ്യത്തിൽ നമ്മൾ ഇപ്പോഴും കണ്ണീരോടെ കാക്കുന്ന ആ ഒരു പയ്യനാണ് നമ്മുടെ റോഷൻ ബഷീർ. എന്തായാലും റോഷൻ ബഷീർ പോകുന്നൊക്കെയാണ് പറയുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറയാം പ്രേക്ഷകരെ, റോഷൻ ബഷീർ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. പോയി കഴിഞ്ഞാൽ നല്ല നിലയിൽ കളിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രേക്ഷകരെ. നമ്മുടെ ലിസ്റ്റിൽ 6-ാമതായി വരുന്നത് സിദ്ധാർത്ഥ് പ്രഭു ആണ്. സിദ്ധാർത്ഥ് പ്രഭു അത്യാവശ്യം നല്ലൊരു ഗെയിമറാവും. അദ്ദേഹം എങ്ങനെ നിൽക്കും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹം എന്തായാലും ബിഗ് ബോസിൽ ഉണ്ടാവുമെന്നാണ് നമുക്കിടുന്ന വിവരം അനുസരിച്ചിട്ട് പറയുന്നത്. പ്രേക്ഷകരെ, നമ്മുടെ ലിസ്റ്റിൽ 7-ാമതായി വരുന്നത് ഗ്ലാമി ഗംഗയാണ്. വലിയൊരു യൂട്യൂബറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. എല്ലാ ദിവസവും എയറിൽ പറക്കുന്ന ഒരു സ്ത്രീയാണ് ഗ്ലാമി ഗംഗ. ഉറപ്പായിട്ടും നെഗറ്റീവ് ഉദ്ദേശിച്ചിട്ടായിരിക്കും ബിഗ് ബോസ് വിളിക്കുക എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഗ്ലാമി ഗംഗ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ കളിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവർക്ക് നല്ലോണം നെഗറ്റീവ് ഉണ്ട്, കുറെ നെഗറ്റീവ് ഉണ്ട്. പ്രേക്ഷകരെ, നമ്മുടെ ലിസ്റ്റിൽ 8-ാമതായി വരുന്നത് അഖിൽ NRD ആണ്.
അഖിൽ NRD നല്ല രീതിയിൽ കളിക്കും ഉറപ്പാണ്. ഇവിടെ ഉള്ളൊരു പ്രശ്നം, ഈ ഒരു പ്രഡിക്ഷൻ ശരിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം, ഉബൈദ് ഇബ്രാഹിം, വാഡാശങ്കർ, ഈ പറയുന്ന അഖിൽ NRD ഇനിയും വരാനുണ്ട്. ഇവർക്കൊക്കെ കുറെ ഫാൻസ് ഉണ്ട് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. അതായത് ഈ പറയുന്ന ഉബൈദിനെ സ്നേഹിക്കുന്നവരും ഈ പറയുന്ന അഖിൽ NRDയെ സ്നേഹിക്കുന്നവരും ഈ പറയുന്ന വേഡാശങ്കറിനെ സ്നേഹിക്കുന്നവരും എല്ലാവരും ഒന്നാണ്. ആർക്ക് വോട്ടിടും ഇപ്പൊ തിങ്കളാഴ്ച ഈ പറയുന്ന വേടക്ക് വോട്ടിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ചൊവ്വാഴ്ച ഉബൈദിന് വോട്ടിടും. അപ്പോൾ വോട്ടൊരു മിക്സ്ഡ് ആയിട്ട് ആര് ജയിക്കും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. അതാണ് ബിഗ് ബോസിന്റെ ഇത്തവണത്തെ കളി പൊന്നു പ്രേക്ഷകർ. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ 9ാമതായി വരുന്നത് രചനയാണ്. ചില്ലരക്കാരിയാണോ, അതായത് സോഷ്യൽ മീഡിയയെ ഇളക്കി മറിച്ച ഒരു പെൺകുട്ടിയാണ് രചന. ഇന്നവരെ ഒരു നെഗറ്റീവും ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ കമന്റ് ബോക്സിൽ പോലും ഒരു നെഗറ്റീവ് പോലും ഇല്ല. ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള എല്ലാവരുടെ കമന്റ് ബോക്സ് തന്തക്കും തള്ളക്കും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന രചനയുടെ കമന്റ് ബോക്സ് പോലും ഒരു നെഗറ്റീവ് പോലും ഇല്ല. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ലെവലാവും. നന്മ മരങ്ങളെ വെച്ചിട്ടാണ് ബിഗ് ബോസ് കളിക്കുന്നത് പൊന്നു പ്രേക്ഷകരെ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ ലിസ്റ്റിൽ 10ാമതായി വരുന്നത് സാത്താനാണ്. ഓക്കെ, യൂട്യൂബറാണ്. യൂട്യൂബ് മേഖലയിൽ നിന്ന് എന്തായാലും ഒരുത്തനുണ്ടാവും. അത് സാത്താൻ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല. സാത്താൻ പോയി കഴിഞ്ഞാൽ അഭിമാനമാണ്. സാത്താൻ പോകണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേറെ ലെവൽ സപ്പോർട്ട് ഉണ്ടാവും സാത്താൻ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ ലിസ്റ്റിൽ 10ാമതായി വരുന്നത് സാത്താന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ 11ാമതായി വരുന്നത് ഹെലൻ ഓഫ് സ്പാർട്ടയാണ്. ഓക്കെ, പോയില്ലെങ്കിൽ മതിയായിരുന്നു ദൈവമേ എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അവരുടെ നാക്കത്ര ശരിയില്ല. എൻ്റെ സ്വന്തം നാട്ടുകാരിയാണ് ഈ പറയുന്ന ഹെലൻ ഓഫ് സ്പാർട്ട. പക്ഷേ ഹെലൻ ഓഫ് സ്പാർട്ട പോയി കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രോങ് ആയിട്ട് കളിക്കും. ഏകദേശം ഒരു 80 ദിവസമൊക്കെ പിടിച്ചു നിൽക്കും. അവർക്കും അത്യാവശ്യം വോട്ട് കിട്ടും. പക്ഷേ അവർ പോവണ്ട എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ പേഴ്സണലി അവരുടെ നാക്ക് വല്ലാത്തൊരു നാക്കാണ്. അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും നാറും. അതുകൊണ്ടാണ് പൊന്നു പ്രേക്ഷകരെ. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ 12ാമതായി വരുന്നത് ജാസിയാണ്. അതായത് ഹെലൻ ഓഫ് സ്പാർട്ടയും ജാസിയും ആരെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ അകത്തും ബിഗ് ബോസ് അങ്ങനെയാണ് നോക്കുന്നത്. ബിഗ് ബോസിന് റേറ്റിംഗ് ആണ് വേണ്ടത്. ബിഗ് ബോസിന് ചുമ്മാ അതിൻ്റെ അകത്ത് അടിയും ബഹളവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് 4 എത്തും. ഓക്കെ, അപ്പോൾ ജാസിയെ വിളിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ ലിസ്റ്റിൽ 13ാമതായി വരുന്നത് കിച്ചു ആണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, കിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം സംഭവിക്കും. പ്രശ്നം എന്ന് പറയുന്നത്, കിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് കിച്ചുവിനാണ്. കിച്ചു പോയിട്ട് അവിടെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഗെയിം കളിക്കുകയാണെങ്കിൽ ഇത്തവണ കപ്പ് കിച്ചുവിന് എന്ന് ആ ഒരു നിലക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉബൈദ് ഇബ്രാഹിം ഇവരൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇതിപ്പോൾ ഉബൈദ് ഇബ്രാഹിമിന്റെ പേര് ഞാൻ എടുത്ത് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പറയും ഉബൈദ് അപ്പോൾ ഉറപ്പിച്ചു. ഈ പറയുന്നത് ആരും ഉറപ്പിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ ചിലർ എന്തായാലും പോവും. ഉറപ്പായിട്ടും നന്മമരങ്ങളാണ് ഇത്തവണ ബിഗ് ബോസ് ടാർഗറ്റ് ചെയ്യുന്നത് പൊന്നു പ്രേക്ഷകരെ. കഴിഞ്ഞ തവണ രേണുസുതിയെ കൊണ്ടുപോയി എന്തെങ്കിലും ഒരു ഗുണവും ഉണ്ടായോ? നെഗറ്റീവിൽ നിന്ന് രേണുസുതിയെ കൊണ്ടുപോയിട്ട് ബിഗ് ബോസ് പോയിട്ട് ഒരു പ്രൊമോ പോലും രേണുസുതിക്ക് അന്ന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പൊന്നു പ്രേക്ഷകരെ. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ 14ാമതായി വരുന്നത് മറ്റൊരു ഫുഡ് വ്ളോഗറും സുരാജാണ്. അതായത് ഈ പറയുന്ന ഉബൈദ് ഇബ്രാഹിമിന് എങ്ങനെയാണോ സപ്പോർട്ടുള്ളത് അതേ സപ്പോർട്ട് സുരാജിനുമുണ്ട്. സുരാജും കുറേ പാവങ്ങളെ സഹായിക്കുന്ന ഒരു നല്ലവനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ സുരാജിന്റെ പേരും വരുന്നുണ്ട് പൊന്നു പ്രേക്ഷകരെ. ഇങ്ങനെയാണ്, അതായത് നന്മ മരങ്ങൾ പോയിട്ട് അതിൻ്റെ അകത്ത് അവർ തന്നെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഇട്ടിട്ട് അവരെ ഇളക്കി മറിക്കാനാണ് ഈ പറയുന്ന ബിഗ് ബോസിന്റെ പ്ലാൻ. ഓക്കെ, ഏറ്റവും അവസാനത്തെ ഒരു പേരും പറഞ്ഞതിന് ശേഷം ഒരു പെൺകുട്ടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന മെയിൽ അയച്ചതിന് ശേഷം ബിഗ് ബോസിൽ, അതായത് നിന്നെ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിട്ടില്ല എന്നറിയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ അത് ഞാൻ വെച്ച് തരാം. ഓക്കെ, നമുക്ക് എന്തായാലും ഏറ്റവും അവസാനം വരുന്നത് മമ്മൂന്റെ പേരാണ്. ഓക്കെ, ഇത്തവണ ഒരു കാര്യം കൂടി പറയാം. ഈ തൊപ്പി തീർച്ചയായിട്ടും ബിഗ് ബോസിൽ പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ കേസ് വന്നതുകൊണ്ട് തൊപ്പിക്ക് അവസരം കിട്ടുന്നില്ല. നേരെ മറിച്ച് മമ്മൂന് അവസരം കിട്ടുന്നു എന്നാണ്. ഈ ഒരു തൊപ്പി പ്രശ്നം വന്നതോടുകൂടി മമ്മു ആണ് ഇത്തിരി വെളുത്തത്. കുറെ പേര് മമ്മുന് ജോബ് അവസരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ മമ്മുന് കേസും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. അതായത് മമ്മുനും ചെറിയൊരു മൈല് പോയിട്ടുണ്ട്, അതായത് ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട് എന്ന് ഒരു കുഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റിൽ മനസ്സിലാവുന്നുണ്ട് പൊന്നു പ്രേക്ഷകരെ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ബിഗ് ബോസ് സെലക്ട് ചെയ്യാത്തതിനെ കുറിച്ചിട്ട്. അത് കേട്ടിട്ട് നമുക്ക് വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഹലോ ഗൈസ്, അങ്ങനെ കാത്തിരുന്നിട്ടുണ്ടല്ലോ. ഫൈനലി എനിക്കും വന്നിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ഓഡീഷൻ മെയില്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ എനിക്ക് ഈ ഒരു മെയിൽ വരുന്നത്. എന്താ പറയുക, ഈ ഒരു മെയിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ വന്നപ്പോൾ BBM അഗ്നിപരീക്ഷ എന്നുള്ളൊരു സംഭവം എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ചോറ് കഴിക്കാൻ പറ്റുന്നില്ല. ആകെ ഞാൻ അങ്ങോട്ട് സ്റ്റക്കായിപ്പോയി.
അഗ്നിപരീക്ഷയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്ത ആ നിമിഷം തൊട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ മനസ്സിൽ കാണുകയാണ്, ഞാനൊരു സാധാരണക്കാരിയുടെ പോലെ എയർപോർട്ടിലോട്ട് കയറി പോകുന്നു. തിരിച്ച് ഞാൻ അതിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാനിങ്ങനെ എന്നെ കാത്ത് കുറേ ക്യാമറക്കാർ നിൽക്കണോ, റിലേറ്റീവ്സ് നിൽക്കണോ, ഫ്രണ്ട്സ് നിൽക്കണോ. അയ്യോ, ഞാൻ വേറൊരു മോഡിലായിരുന്നു ഈ ഒരു മാസക്കാലം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് എന്തായാലും ആ ഒരു കാര്യത്തിന് തീരുമാനമായിരിക്കുകയാണ്. സത്യം പറയാലോ, ഒരു മാസമായിട്ടുണ്ടല്ലോ ഞാൻ നിലത്തൊന്നുമല്ലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് വീഡിയോ. ഞാനല്ലാതെ പിന്നെ ആരെന്നുള്ളൊരു ചിന്ത എൻ്റെ തലയിൽ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങി ആ ഒരു ചിന്തയ്ക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി തന്നിരിക്കുകയാണ് ബിഗ് ബോസ്. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണെങ്കിലും ബിഗ് ബോസ് എനിക്ക് മെയിൽ അയച്ചിരിക്കുകയാണ്, അടുത്ത പ്രാവശ്യം നോക്കാം മോളേന്ന്. ഓക്കെ പുനഃപ്രേക്ഷകർ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി ബിഗ് ബോസിന്റെ എല്ലാ അപ്ഡേറ്റും എന്റെ ചാനലിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുക. അടുത്ത വീഡിയോ ഇവിടെ വരാം. ഓക്കെ ബൈ.